മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ താനെന്ന് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച സർവേ തള്ളി നേതാക്കൾ. വിശ്വാസ്യതയില്ലാത്ത സർവേ എന്നാണ് വിമർശനം. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ശശി തരൂരിന് പരോക്ഷ മുന്നറിയിപ്പുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ശശി തരൂരിനെ എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ. ഈ സർവേയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശശി തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സർവേയെ അവഗണിച്ചു തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സർവേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കുകയാണ് K മുരളീധരൻ. അങ്ങനെയുള്ള പല സർവേകളും വരും. അതൊന്നും ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ മുഖ്യമന്ത്രിയായിക്കോളും. ഇപ്പം അതിന് ചർച്ചയെ പ്രസക്തിയില്ല. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിനു ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ക്യാപ്റ്റൻ മേജർ വിളികളിൽ വിവാദം കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സർവേയുമായി തരൂർ എത്തിയത്. സർവേ ഫലം തരൂർ പങ്കുവച്ചത് മനഃപൂർവ്വമെന്ന് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അവഗണിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.